പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ നടുക്കിയ വിമാന അപകടം വിലയിരുത്താൻ നേരിട്ട് അഹമ്മദാബാദിൽ എത്തിയിരിക്കുകയാണ്. പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിട്ടുള്ള സിവിൽ ആശുപത്രിയിലാണ് അദ്ദേഹം ഇപ്പോൾ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ നേരിട്ട് അദ്ദേഹം കണ്ട് കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. അവരെ നേരിട്ടെത്തി അദ്ദേഹം ആശ്വസിപ്പിക്കുകയാണ്. ആശുപത്രി അധികൃതരോട് കാര്യങ്ങൾ തിരക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത്. ഇനി ഈ സന്ദർശനത്തിന് ശേഷം സ്ഥിതിഗതികൾ നേരിട്ട് അദ്ദേഹം വിലയിരുത്തി ഉന്നതതല യോഗമടക്കം ഉണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ തന്നെ അഹമ്മദാബാദിൽ എത്തിയിരുന്നു. അദ്ദേഹം ദുരന്ത ഭൂമി സന്ദർശിച്ചിരുന്നു. അപകട കാരണം എന്താണ് എന്ന് അന്വേഷിക്കും, കൃത്യമായ അന്വേഷണം നടക്കും. അപകട കാരണം രാജ്യത്തിന് മുന്നിൽ എത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അട്ടിമറി സാധ്യതയടക്കം പരിശോധിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി നന്ദൻ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഉള്ളത് സിവിൽ ആശുപത്രിയിലാണ്. അപകടത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതിൽ പ്രദേശവാസികളുണ്ട്. ഈ വിമാനം ഇടിച്ചിറക്കിയ ഹോസ്റ്റലിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളുണ്ട്. പലരുടെയും ആരോഗ്യാവസ്ഥ ആശങ്കപ്പെടുത്തുന്നതാണ്. എന്തായാലും നേരിട്ട് കാണാൻ പറ്റുന്നവരെ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നവരെ പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് കാര്യങ്ങൾ തിരക്കുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യനില അദ്ദേഹം വിലയിരുത്തും. അവർക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലാണ് ഇന്ന് രാവിലെ തന്നെ എത്തിച്ചേർന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് രാജ്യത്തെ തന്നെ നടന്നിട്ടുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ വിമാന ദുരന്തം സംഭവിച്ചത്. 294 പേർക്ക് ജീവഹാനി സംഭവിച്ചു എന്നാണ് അനൌദ്യോഗിക കണക്ക്. മരണനിരക്ക് 300ലേക്ക് അടുക്കുന്നു എന്നും പറയുന്നു. വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് 294 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. 57 പ്രദേശവാസികൾ മരിച്ചു എന്നുവരെ കണക്കുകൾ പറയുന്നു. എന്തായാലും 24 പ്രദേശവാസികളുടെ മരണമാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത്. ഒപ്പം 10 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു എന്ന് പറയുന്നു. നന്ദനുണ്ട് വിശദാംശങ്ങളുമായി. നന്ദൻ, ഉന്നതതല സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. വിദഗ്ധ സമിതി ഈ കേസ് അന്വേഷിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കാം. വിദഗ്ധ സമിതി എന്നുള്ളത് ഈ അന്വേഷണ സംഘത്തിന് പുറമെയാണ് ഇതിന് മേൽനോട്ടം മറ്റും വഹിക്കാൻ, അല്ലെങ്കിൽ ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ളത് നേരിട്ട് ജനങ്ങളോട് സമ്മതിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സമിതിക്കാണ് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. അതിൽ വിദഗ്ധർ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ DGCAയുടെ അന്വേഷണ സംഘത്തിൽ വളരെ ടെക്നിക്കലായിട്ടുള്ള എക്സ്പെർട്ടുകൾ അടക്കമുള്ള ഒരു പ്രത്യേക സമിതിയാണ്, അല്ലെങ്കിൽ പ്രത്യേക ടീമാണ് അത് അന്വേഷിക്കുന്നത്. എന്നാൽ ഇത് ഈ രാഷ്ട്രീയ പ്രവർത്തകരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്താണ് വസ്തുതകൾ എന്നുള്ളത് അന്വേഷിക്കുവാൻ വേണ്ടി രൂപീകരിച്ച ഒരു സമിതിയാണ്, പ്രത്യേകമായി രൂപീകരിച്ച സമിതിയാണ്. അതിൽ മന്ത്രിമാരടക്കം ഉൾപ്പെടുന്നു എന്നുള്ള, മന്ത്രിമാരും DGCAയുടെ ഉന്നത ഉദ്യോഗസ്ഥരും അടക്കം ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഏതായാലും ആ സമിതിയുടെ അന്വേഷണം നടക്കുന്നു. എല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പഴുതടച്ചുള്ള എല്ലാ അന്വേഷണങ്ങൾക്കും നേതൃത്വം നൽകുന്നു. പ്രത്യേകിച്ച് ഈ വിമാനത്തിൽ വിജയ് രൂപാണി ഉണ്ടായിരുന്നു. അദ്ദേഹവും മരണപ്പെട്ടു. 2016 മുതൽ 2021 വരെ അദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഗുജറാത്തിന്റെ പ്രിയപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ ഒരു സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ഒരു സ്റ്റോക്ക് ബ്രോക്കറിൽ നിന്നും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തപ്പെട്ട തികഞ്ഞ കറകളഞ്ഞ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ ഒരു സ്വയംസേവൻ കൂടിയായിരുന്നു അദ്ദേഹം എന്നുള്ളതും ശ്രദ്ധേയമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട്. അദ്ദേഹം RSSന്റെ പ്രചാരകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു പ്രവൃത്തി പരിചയവും ഒരു ചരിത്രവുമുള്ള വ്യക്തിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നിരവധി വ്യക്തികൾ, ഏതാണ്ട് 300ഓളം ആൾക്കാർ മരണപ്പെട്ടു എന്നുള്ളതാണ് അനൌദ്യോഗികമായി ലഭ്യമാകുന്ന വിവരങ്ങൾ. അതേസമയം മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ അപകടമുണ്ടായത് ഈ വിമാനത്തിലുണ്ടായിരുന്നവർക്ക് മാത്രമല്ല, വിമാനത്തിന് അപ്പുറത്ത് വിമാനം വന്ന് പതിച്ച BJ മെഡിക്കൽ കോളേജിലെ അവിടുത്തെ സ്റ്റുഡൻസിനും ഡോക്ടേഴ്സിനും ഒക്കെ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്കാണ് ഈ ദുരന്തം ഇരട്ടിയാക്കുവാൻ, അല്ലെങ്കിൽ ഒരു ഇരട്ടി പ്രഹരം എന്ന നിലയിൽ വിലയിരുത്തേണ്ടത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ, അല്ലെങ്കിൽ വിമാനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള എഞ്ചിൻ തകരാറോ മറ്റോ ആകാശത്തിൽ പോകുന്ന വഴിയിൽ സംഭവിച്ചാൽ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക്, അല്ലെങ്കിൽ കടലിലേക്ക്, അല്ലെങ്കിൽ മറ്റ് ജലസ്രോതസ്സുകളിലേക്ക് വിമാനം ഇടിച്ചിറക്കുന്ന ഒരു സമ്പ്രദായം, അതായത് കാഷ്വാലിറ്റി പരമാവധി കുറയ്ക്കണം. അതേപോലെ തന്നെ സാധാരണ
സാധാരണ ജനങ്ങൾക്കും അതേപോലെ തന്നെ രാജ്യത്തിന്റെ പൊതുസ്വത്തിനൊന്നും ഒരു തരത്തിലുള്ള കേടുപാടുകളും സംഭവിക്കരുത് എന്നുള്ളതാണ് ഏവിയേഷൻ റെഗുലേഷനിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ അത്തരത്തിലുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു എമർജൻസി ലാൻഡിങ്ങിനായിരിക്കണം ശ്രമം നടത്തേണ്ടിയിരുന്നത്. എന്നാൽ ഈ ഒരു കേസിൽ ഏതാണ്ട് 625 അടിയിലെത്തുമ്പോഴേക്കുമാണ് ഈ വിമാനത്തിന് അപകടം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമാനം വഴിതിരിച്ചു വിടാനോ അല്ലെങ്കിൽ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് വിമാനം മാറ്റാനോ ഉള്ള ഒരു സമയം പൈലറ്റിന് ലഭിച്ചില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 420 മിനിറ്റിൽ തുടരുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിവിൽ ആശുപത്രിയിൽ പരിക്കേറ്റവരെ സന്ദർശിച്ച ശേഷം ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറുന്ന ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി പേരാണ് സിവിൽ ആശുപത്രിയിൽ ഈ ദുരന്തത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുള്ളത്. അതിൽ നന്ദൻ റിപ്പോർട്ട് ചെയ്തതുപോലെ പ്രദേശവാസികളുണ്ട്, മെഡിക്കൽ വിദ്യാർത്ഥികളുണ്ട്. അവരെ കണ്ട് കാര്യങ്ങൾ തിരക്കി ആശുപത്രി അധികൃതരുമായി സംസാരിച്ച ശേഷമാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഇപ്പോൾ തിരിച്ചു കയറുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ എത്തിച്ചേർന്നിരുന്നു. ഈ ദുരന്ത ഭൂമി അദ്ദേഹം സന്ദർശിച്ചിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിമാനാപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെ നേരിട്ടെത്തി കണ്ട് കാര്യങ്ങൾ തിരക്കിയത്. ആശുപത്രി അധികൃതരോടും പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടിരുന്നു. സമഗ്രമായ വിവരങ്ങളാണ് ജനം TV സംഘം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.